ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പം വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ ദ സജഷൻ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചുമന്ന അരി, ഉണക്കലരി എടുത്തേക്കുന്നത്. എന്നിട്ട് 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചവ്വരി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 4-5 മണിക്കൂർ സോക്ക് ചെയ്യാം. പിന്നെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ ടൈമല്ലേ, അപ്പം നല്ല തിരക്ക്, കാരൽസ്, പിന്നെ ഇപ്പോൾ ക്രിസ്മസ് കേക്ക്, ഞാൻ കുറച്ച് ക്രിസ്മസ് കേക്ക്സിന് ഓർഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ കുറച്ച് ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് കേക്കെല്ലാം ഒന്ന് നേരത്തെ ബേക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് ഒക്കെ എടുക്കുക. ഞാൻ ക്രിസ്മസിന് മാത്രം ഫ്രൂട്ട് കേക്ക്സ് മാത്രം, റിച്ച് ഫ്രൂട്ട് കേക്ക് മാത്രം ഓർഡർ എടുക്കും. അധികമൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് അവർ ചോദിക്കുവാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്രാവശ്യം. അപ്പോൾ വളരെ കുറച്ച് കേക്ക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു. എന്നിട്ട് പിന്നെ കഴിഞ്ഞിട്ട് വൈകിട്ടായി ഞാനിത് അരയ്ക്കാൻ എടുത്തപ്പം. അപ്പോൾ അരിയും ചവരിയൊക്കെ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. അത് നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് പലതരത്തിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അരിയും ചവരിയും കൂടെ അരച്ചിട്ട് അത് വെച്ചിട്ട് കപ്പി കാച്ചുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അരിയും ചവരിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തേങ്ങായും ഈസ്റ്റും ഒക്കെ ചേർത്തങ്ങ് അരയ്ക്കാം. എന്നിട്ട് പിന്നെ അരിപ്പൊടി കൊണ്ട് കപ്പി കാച്ചി എടുത്താലും മതി. ഞാനിപ്പോൾ അരിയും ചവരിയും കൂടെ കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൽ നിന്നൊരു 3 സ്പൂൺ മാവ് എടുത്തിട്ട് കപ്പി കാച്ചും. ജസ്റ്റ് നമ്മുടെ ഒരു സാധാരണ സ്പൂണിന് ഒരു 3 സ്പൂൺ, വലിയ സ്പൂണിന് 3 സ്പൂൺ മാവ് എടുത്തു. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് ഓളം വെള്ളം, നന്നായിട്ട് വെള്ളം ചേർത്ത് നമുക്കത് കുറുക്കിയെടുക്കണം. മാവിന് പകരം അരിപ്പൊടിയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കുറുക്കിയെടുത്താലും മതി. ഇനി നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. കപ്പി തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് അരയ്ക്കാനുള്ള ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ 1/4 കപ്പ് തേങ്ങ തിരുമിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എളുപ്പം തേങ്ങ ആണെങ്കിൽ നമ്മുടെ അപ്പത്തിന് അതായിരിക്കും നല്ലത്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ എടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ പണ്ടൊക്കെ എല്ലാവരും ഇങ്ങനെ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചേർക്കുമായിരുന്നു. എൻ്റെ മമ്മിയുടെ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുമ്പം ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത്, വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചേർത്തിട്ട്. ഞാനും അങ്ങനെ ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിന്ന് ശർക്കര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 6 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം പഞ്ചസാര ആണ് താല്പര്യമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. എന്നിട്ട് പിന്നെ ഒരു 4 ഏലക്കായും കൂടെ ചേർത്തു. അപ്പോൾ ഈ വെളുത്തുള്ളിയും ജീരകവും സ്കിപ്പ് ചെയ്തിട്ട് ഈ ഏലക്ക മാത്രം ചേർത്താലും മതി. പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഏലക്ക മാത്രം ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ കപ്പി കാച്ചിയത് തണുത്തിട്ടുണ്ട്.
അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. ഞാനാണെങ്കിൽ ഇതിൻ്റെ ആ കൺസിസ്റ്റൻസി ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങാവെള്ളം കൂടെ അങ്ങ് ചേർക്കുക. നേരത്തെ ചേർക്കേണ്ടിയായിരുന്നു, പക്ഷേ നേരത്തെ ചേർക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇനിയിപ്പം കുറച്ച് തേങ്ങാവെള്ളം ഉള്ളത് ശകല ഒന്ന് ചേർത്ത് കലക്കി വെക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കലക്കി വെക്കാം. എന്നിട്ട് ഇതൊരു 5-6 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിന്ന് ചുമന്ന പച്ചരിയാണ് ഉപയോഗിച്ച്. വെള്ള പച്ചരി ഉപയോഗിച്ചാലും മതി. വെള്ള പച്ചരിയുടെ കൂടെ പഞ്ചസാര ചേർത്തുണ്ടാക്കി നല്ല വെള്ള വട്ടയപ്പം ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ശർക്കരയും ചുമന്ന അരിയും കൂടെ ചേർത്തുകൊണ്ട് ബ്രൗൺ കളറിലെ വട്ടയപ്പമായിരിക്കും. ഇനിയിപ്പം ഞാൻ ഇത് 6 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതായിട്ട് പൊങ്ങി വരും. ഞാൻ തലേദിവസം രാത്രി അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തേ. അപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള 2 പാത്രത്തിൽ എണ്ണയോ നെയ്യോ തടവിയിട്ട് നമുക്ക് മാവ് കോരി ഒഴിക്കാം. നല്ലതായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ റെസിപ്പിയാണ് വട്ടയപ്പത്തിൻ്റെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ, പിന്നെ ശർക്കര വെച്ച ഉണ്ടാക്കിയെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇനി ഒരു 20 മിനിറ്റ് ആവിയിൽ നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ ഇന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കാൻ വെച്ചിട്ട് പിന്നെ നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ മോന് സ്കൂളിലുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ പെട്ടെന്ന് ഒരു ക്യാരറ്റും മുട്ടയും കൂടി ഇട്ട് ഒരു റൈസ് ഉണ്ടാക്കി. പിന്നെ വലിയ കാര്യമായിട്ടൊന്നുമല്ല, ചുമ്മാ വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും സവാളയും ക്യാരറ്റും മുട്ടയും പിന്നെ കുറച്ച് പിസ്സ സീസണിങ്ങും കൂടെ ചേർത്ത് എളുപ്പം അങ്ങ് ചോറ് ഉണ്ടാക്കി. ക്യാരറ്റ് റൈസ്. വട്ടയപ്പം തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് പൊങ്ങി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് വട്ടയപ്പം ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോലെ. എൻ്റെ വീഡിയോസ് എല്ലാം കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല നല്ല കമൻസൊക്കെ ഇടുന്ന എല്ലാവരോടും ബിഗ് താങ്ക് യു. പിന്നെ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.